تعالى وبركاته. بسم الله الرحمن الرحيم. والحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. علموا أمة سيدنا محمد صلى الله عليه وسلم. പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നല്ലൊരു സ്നേഹം നമ്മുടെ ഖൽബിലേക്ക് വരുമ്പോഴാണ് ഈ ലോകവും പരലോകവും നമുക്ക് വിജയിക്കാൻ സാധിക്കുക. നമ്മുടെ മനസ്സ് അന്യർക്ക് കൊടുക്കാനുള്ളതല്ല. നമ്മുടെ മനസ്സൊന്ന് മദീനയിലേക്ക് തിരിച്ചാൽ എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആഘോഷമാണ്, എന്തൊരു ആഹ്ലാദമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സ്നേഹിച്ച മഹാനായിരുന്നു. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു അൻസ്വാരിയായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ, മോനെ, നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമല്ലേ, എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്റെ മകൾ വിവാഹം കഴിച്ചാൽ എന്റെ മകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെടുമല്ലോ. അങ്ങനെ അതാ സ്വഹാബി അവിടെ നിന്നും പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആകാം നബിയെ, അതെനിക്ക് അഭിമാനമല്ലേ, എനിക്ക് അഭിമാനമല്ല നബിയെ എന്ന് ആ സ്വഹാബി അവിടെ നിന്നും പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വീണ്ടും പറയുകയാണ്, ഇന്നി ലസ്തു ഉരീദു ഹാലി നഫ്സി, അതെനിക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയല്ല, അതെനിക്ക് വേണ്ടിയുള്ള കെട്ടാലോചനയല്ല. വലിമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആർക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയാണ് നബിയെ? അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജുലൈബീബ് എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയാണ്. നീളം കുറഞ്ഞ ആളാണ്, കാണാൻ ഭംഗിയില്ലാത്ത ആളാണ് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ സ്വഹാബി ഒന്ന് മാറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. ആ സ്വഹാബി നബി തങ്ങളോട് പറയുന്നു, ഉശാവിറു ഉമ്മഹ യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ മകളുടെ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ വീട്ടിലേക്ക് പോവുകയാണ്. അതാ വീട്ടിലെത്തി ഭാര്യയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ മകളെ ചോദിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അതാ പറയുന്നു, ഭാര്യയും പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബല്ലേ ചോദിക്കുന്നത്, അത് നമുക്ക് അഭിമാനമല്ലേ, അത് ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമല്ലേ എന്ന് പറയുമ്പോ അതാ സ്വഹാബി വീണ്ടും ഭാര്യയോട് പറയുകയാണ്, ഇന്നമാ ലൈസ യഖ്തുബഹാ ലിനഫ്സിഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയല്ല, ഇന്നമാ യഖ്തുബഹാ ലിജുലൈബീബ്, ജുലൈബീബ് എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയാണ്. സ്ത്രീകളൊക്കെ കളിയാക്കി പറയുന്ന പേരാണ് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മ അവിടെ നിന്നും പറയുന്നു, ജുലൈബീബ്. പ്രിയമുള്ളവരെ, ചരിത്രം അങ്ങനെ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്, പറ്റൂല ജുലൈബീബിനെ എന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റൂല. പിറ്റേ ദിവസം അതാ ഉപ്പനബി തങ്ങളുടെ അടുക്കലേക്ക് പോവാൻ ഒരുങ്ങുമ്പോ അതാ ആ ഉമ്മയതാ മകളെ വിളിച്ചു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്.
മകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈമാനുള്ള മോളാണ്. ആ മോളതാ നെട്ടി എഴുന്നേറ്റ് കൊണ്ട് ഉപ്പാന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടതാ ആ ഉപ്പയോടിന് ആ മകൾ പറയുന്നു, വേണ്ട വേണ്ട ഉപ്പ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരുന്നത് എനിക്ക് നഷ്ടമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഒരിക്കലും സങ്കടം തരൂല. എനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ മതിയെന്ന്. അങ്ങനെ അതാ ഫന്തലഖ അബൂഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് അതാ പറയുന്നു, നബിയെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നെങ്കിലും ഞങ്ങളുടെ മകൾ പറയുന്നു എനിക്ക് അല്ലാഹുവിന്റെ ദുആ ആണ് വലുത് എന്ന്, എനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വരൻ മതി എന്ന്. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരെയൊക്കെയാണ് കാണാതിരിക്കുന്നത്? അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഇന്നാല് ആളുകളെ ഒന്നും കാണാനില്ല. നബി തങ്ങളതാ ചോദിക്കുന്നു, എനിക്ക് എന്റെ ജുലൈബീബിനെ കാണണം. അങ്ങനെ അതാ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ തിരക്കാൻ വേണ്ടി പോവുകയാണ്. സ്വഹാബാക്കളൊക്കെ തിരക്കുമ്പോൾ അതാ ഒരു മരത്തിനിടയിൽ കിടന്നുറങ്ങുകയാണ് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് ഷഹീദാവുകയാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ കൈത്തണ്ടയിലേക്ക് കിടത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ മേനി സൗന്ദര്യം? എന്തിനാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ പുറം പോളീഷൊക്കെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈത്തണ്ടയിൽ കിടക്കാൻ കിട്ടിയ ഭാഗ്യം ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് എവിടെ നിന്നു ലഭിക്കാൻ? അങ്ങനെ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖബർ ഒരുക്കുകയും അതാ അവിടുന്ന് തന്നെ മറമാടുകയും ചെയ്തു. എന്നിട്ട് അതാ അൻസ്വാരിയായ സ്വഹാബി മോളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. മോളെ, ജുലൈബീബ് സൗന്ദര്യമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, നീ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണല്ലോ വലുത് എന്ന് പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ജീവിതത്തിലുടനീളം ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എല്ലായിടത്തും വിജയം നൽകുമാറാകട്ടെ എന്ന് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നുമോക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അവസാനം ആ സ്വഹാബി മോള് അൻസ്വാരി വനിതകളിലെ ഏറ്റവും വലിയ പണക്കാരിയായി മാറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് ഒരിടത്തും തോൽക്കേണ്ടി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഖൽബുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിറച്ചു നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആ വസിയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.